ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി അടുത്തിടെയാണ് ഇന്ത്യൻ വിപണിയിൽ 2 പുതിയ ഓഫറുകൾ അവതരിപ്പിച്ചത്. ക്രെറ്റ SUV ഫേസ് ലിഫ്റ്റും ക്രെറ്റ N-ലൈൻ SUVയും. ഇന്ത്യൻ വിപണിയിൽ ഹ്യുണ്ടായി ക്രെറ്റ ഇനി അവതരിപ്പിക്കാൻ ഹ്യുണ്ടായി ഒരുങ്ങുന്നതിനിടെയാണ് റിപ്പോർട്ടുകൾ. വരാനിരിക്കുന്ന ക്രെറ്റ EV ഔദ്യോഗിക ലോഞ്ചിന് മുന്നോടിയായി ദക്ഷിണ കൊറിയയിൽ പരീക്ഷണത്തിനിടയിൽ കണ്ടെത്തിയെന്ന പുതിയ റിപ്പോർട്ട് ഈ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. വരാനിരിക്കുന്ന ഇലക്ട്രിക് SUVയെക്കുറിച്ചുള്ള പ്രധാന വിശദാംശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ EV ടെസ്റ്റ് പതിപ്പിനെ നിരത്തിൽ കണ്ടെത്തിയത്. വരാനിരിക്കുന്ന ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ സ്പൈ ഷൂട്ടുകൾ അതിന്റെ ഡിസൈൻ വെളിപ്പെടുത്തുന്നു. കൂടാതെ ഇലക്ട്രിക് SUV അതിന്റെ ICE പതിപ്പുമായി സമാനതകൾ പങ്കിടുന്നതായി തോന്നുന്നു. LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, മുൻ പ്രൊഫൈൽ മുൻവീതിയും വ്യാപിച്ചു കിടക്കുന്ന LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് തുടങ്ങി സ്റ്റൈലിംഗ് ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാലും ഒരു ഇലക്ട്രിക് വാഹനമെന്ന നിലയിൽ പുതിയതായി ലോഞ്ച് ചെയ്ത ക്രെറ്റ ഫേസ് ലിഫ്റ്റിൽ കാണുന്ന പരമ്പരാഗത റേഡിയേറ്റർ ഗ്രില്ലിന് പകരം ഒരു അടച്ച പാനലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്പൈ ഷോട്ടുകളിൽ ശ്രദ്ധേയമായത് ഇലക്ട്രിക് ക്രെറ്റയുടെ 17 ഇഞ്ച് എയ്റോ ഡിസൈൻ ചെയ്ത അലോയ് വീലുകളും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് EVക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും അതിന്റെ ICE എതിരാളിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതുമായ ഒരു സവിശേഷതയാണ്. മാറ്റിസ്ഥാപിച്ച ബ്രാൻഡ് ലോഗോയും ഫെൻഡർ മൗണ്ടഡ് ചാർജിംഗ് സ്പോട്ടും ഉൾപ്പെടെ നിരവധി വ്യത്യസ്തമായ ഡിസൈൻ ഘടകങ്ങൾ ഹ്യുണ്ടായി ക്രെറ്റ EV അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ പരിഷ്കരിച്ച റേഡിയേറ്റർ ഗ്രില്ലിനൊപ്പം മിനുസപ്പെടുത്തിയ ബമ്പറും SUV പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക് SUVയുടെ വശങ്ങളിലും പിൻവശത്തും ഡിസൈൻ ക്രമീകരണങ്ങൾ പ്രകടമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഫീച്ചറുകളുടെ കാര്യത്തിൽ ഹ്യുണ്ടായി ക്രെറ്റ EVയിൽ ഒരു EV നിർദ്ദിഷ്ട ഉപഭോക്തൃ ഇന്റർഫേസ് ഫീച്ചർ ചെയ്യുന്ന ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റവും ഒരു ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഉൾപ്പെടും. സെൻട്രൽ കൺസോൾ നവീകരണത്തിനും വിധേയമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ വാഹനത്തിൽ 360 ഡിഗ്രി സറൗണ്ട് ക്യാമറ സംവിധാനവും ലെവൽ 2 അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് അസിസ്റ്റൻസ് സിസ്റ്റവും സ്യൂട്ടും ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുൻ ക്യാമറ വാഹനത്തിന്റെ മുൻ പ്രൊഫൈലിൽ നോസിന്റെ മധ്യഭാഗത്തും സ്ഥാപിച്ചിരിക്കുന്നു. ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ പവർ ട്രെയിനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിർമ്മാതാവ് അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും ഒറ്റ ചാർജിൽ 450 കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ EVയെ പ്രാപ്തമാക്കുന്ന 55 മുതൽ 60 കിലോവാട്ട് ബാറ്ററി പാക്ക് ഫീച്ചർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.